ക്രൈസ്തവ, ഹിന്ദു, മുസ്ലിം മതഭ്രാന്തുകളിൽ ഒന്നിനെയെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്ന മതേതരത്വം വ്യാജമാണ്. താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാദ ഒപ്പിട്ട 10 അധ്യായങ്ങളും 119 അനുച്ഛേദങ്ങളുമുള്ള ക്രിമിനൽ നടപടിക്രമത്തിലെ ഇസ്ലാമിക രാഷ്ട്ര പരിഷ്കാരങ്ങളിൽ ചിലതിങ്ങനെയാണ്. അടിമത്തം നിയമവിധേയമാക്കി. സമൂഹത്തെ മതപണ്ഡിതർ അഥവാ ഉലമ അല്ലെങ്കിൽ മുല്ല, വരേണ്യവർഗം, ഗോത്ര തലവന്മാരും കമാൻഡർമാരും, മധ്യവർഗം, താഴ്ന്ന വർഗം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി വിഭജിച്ചു. ശിക്ഷ കുറ്റം അനുസരിച്ചല്ല, പ്രതിയുടെ സാമൂഹിക പദവി അനുസരിച്ചിട്ടായിരിക്കും. ഇന്ത്യയിൽ കുറ്റങ്ങളെയും ശിക്ഷയും ചാതുർവർണ്ണയം വിവേചിച്ചിരുന്ന കാലത്തിന്റെ ഓർമ്മയുണർത്തുന്നതാണ് ഈ പ്രാകൃത നിയമം. അഫ്ഗാനിസ്ഥാനിൽ ഇതിനായി പൗരന്മാരെ സ്വതന്ത്രരെന്നും അടിമകളെന്നും കോഡ് ഉപയോഗിച്ച് വേർതിരിക്കും. ഇസ്ലാമിക പണ്ഡിതൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ ശിക്ഷ ഉപദേശത്തിലൊതുങ്ങും. വരേണ്യവർഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ കോടതിയിലേക്ക് വിളിപ്പിച്ച് ഉപദേശിക്കും. മധ്യവർഗക്കാർക്ക് തടവ് ശിക്ഷ. എന്നാൽ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിന് തടവും ചാട്ടവാറടിയും തുടങ്ങി മുകളിലേക്കുള്ള ശിക്ഷകൾ. താലിബാൻ വീണ്ടും അധികാരത്തിലെത്തി 4.5 വർഷം പിന്നിട്ടപ്പോഴാണ് ഇസ്ലാമിക ഭരണ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നീക്കം. സ്ത്രീകൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും മനുഷ്യരെന്ന പദവി പോലുമില്ല. കുറ്റം ആരോപിക്കപ്പെടുന്നവർക്ക് അഭിഭാഷകനെ വയ്ക്കാൻ അവകാശമില്ല. തെറ്റായ ശിക്ഷാ നടപടികൾക്ക് നഷ്ടപരിഹാരവും ഇല്ല. തെളിവുകളേക്കാൾ കുറ്റസമ്മത മൊഴികൾക്കും സാക്ഷിമൊഴികൾക്കുമാണ് കോടതി പ്രാധാന്യം നൽകുന്നത്. പീഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചാലും മതനേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പേടിക്കാനില്ല. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളും സ്വന്തം വീട്ടുകാരെ സന്ദർശിക്കുന്ന ഭാര്യമാരും ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഗുരുതരമായി പരിക്കുണ്ടായാലും ഭർത്താവിന് വെറും 15 ദിവസത്തെ തടവ്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർ പിന്നെ വെളിച്ചം കാണില്ല. ആജീവനാന്ത തടവ് ശിക്ഷ കൂടാതെ ഓരോ 3 ദിവസം കൂടുമ്പോഴും പരസ്യമായ ചാട്ടവാറടിയുമുണ്ട്. ലോകത്തെ മനുഷ്യാവകാശ സംഘടനകൾ പലതും നടുക്കവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫലവും ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അഫ്ഗാനിലെ സ്ഥിതിഗതികളെ അപലപിക്കുന്നതിനപ്പുറം ഇന്ത്യയിലെ താലിബാൻ നുഴഞ്ഞുകയറ്റത്തെ തടയുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരിമിതിയുണ്ട്. തീവ്രവാദത്തെ എതിർത്താൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ആ സമുദായത്തെ വില കുറച്ച് കാണുന്ന വികല രാഷ്ട്രീയമാണ് കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെ പിന്തിരിപ്പിക്കുന്നത്. മറ്റു ചിലർക്ക് തങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത ചാതുർവർണ്ണയമല്ലേ താലിബാൻ ഏറ്റെടുത്തത് എന്ന വർണ്ണയത്തിൽ ആശങ്ക. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ താലിബാനുമായി കരാറുകളിൽ ഏർപ്പെടാൻ നിർബന്ധിതമാകുകയും ചെയ്ത സാഹചര്യത്തിൽ. മറ്റൊരു കറുത്ത ഫലിതം കൂടി പറയാതെ വയ്യ. മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയെയും അതിന്റെ രാഷ്ട്രീയ ദളമായ വെൽഫെയർ പാർട്ടിയെയും ചേർത്ത് നിർത്തി തെറ്റിദ്ധാരണ പരത്തുമ്പോഴാണ് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആർക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാനാവില്ലെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. നബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളിപ്പറയാനാവില്ലത്രേ. മുൻപ് മറ്റൊരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ സംശയം തീരും. ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും മതരാഷ്ട്രവാദം അംഗീകരിക്കുന്നില്ല, സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമില്ല. മതരാഷ്ട്രം എന്നത് പാശ്ചാത്യ ടെർമിനോളജിയാണ്. ഞങ്ങളുടേത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്ലാമിക രാഷ്ട്രം മതരാഷ്ട്രമല്ല, അതൊരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമാണ്. അതായത് ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാമിക് സ്റ്റേറ്റും വിസ്മയ താലിബാനും ബോക്കോ ഹറാമും ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അസംഖ്യം ഇതര മതഘാതക സംഘങ്ങളും നെഞ്ചേറ്റുന്ന മുസ്ലിം ബ്രദർഹുഡ് ലോകമെങ്ങും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ ജമാഅത്ത് ഇസ്ലാമി തള്ളിക്കളയുന്നില്ല. ഈ ആശയത്തെയാണ് CPM തോളിൽ നിന്ന് ഇറക്കി വെച്ചപ്പോഴേ കോൺഗ്രസ് ചാടിയെടുത്തിരിക്കുന്നത്. SDPI പോലുള്ള സംഘടനകളെ CPM വളർത്തുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെയും അതുവഴി ഹിന്ദുത്വ വർഗീയതയും പോഷിപ്പിച്ചതിൽ ഇന്ത്യയിലെ മതേതര പാരമ്പര്യം അവകാശപ്പെടുന്ന ഇടത് വലത് മുന്നണികളുടെ പങ്ക് പഠിക്കുന്നവർക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ കൂടി ചരിത്രം റഫറൻസായി നൽകും. സത്യത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് BJP ഭരണത്തിൽ പത്തിയൊതുക്കി കഴിയുകയാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ സ്വന്തമായി ഒപ്പിട്ട സ്വഭാവ സർട്ടിഫിക്കറ്റും സാക്ഷ്യപത്രങ്ങളും വായിച്ചു നോക്കിയിട്ട് രഹസ്യമോ പരസ്യമോ ആയിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തുന്നവരുടെയൊക്കെ കൈകളിൽ മതേതരത്വം എത്രകാലം ഭദ്രമായിരിക്കുമെന്ന് മതേതര സമൂഹം സ്വന്തം മക്കളെ ഓർത്തെങ്കിലും ചിന്തിക്കണം. ഇന്ത്യയിലെ യഥാർത്ഥ മതേതര വിശ്വാസികൾ ഇതുപോലെ ആശയക്കുഴപ്പത്തിലായ കാലമില്ല. ഭരണഘടനയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിലും അതുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നതിലും ഒതുങ്ങുന്നതല്ല മതേതരത്വ സംരക്ഷണം. ചില പാർട്ടികൾ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും മറ്റു ചിലർ വോട്ടിനു വേണ്ടി മതഭ്രാന്തുകളോടൊത്ത് ക്ഷയിക്കുകയും ചെയ്യുന്ന കാലത്ത് മതരാഷ്ട്രം പിറക്കാതിരിക്കാൻ ആസൂത്രണം ആവശ്യമാണ്. നാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വർഗീയതയിൽ കക്ഷി ചേരാത്ത രാഷ്ട്രീയം പുറത്തെടുക്കണം. രാഷ്ട്രീയ പാർട്ടികളോടുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കണം. അഫ്ഗാനിസ്ഥാൻ ഒരു തമോഗർത്തമാകുമ്പോൾ ഇന്ത്യ അതിന്റെ മതേതര ഭ്രമണ പദത്തിൽ നിന്ന് 1 ഇഞ്ചും മാറരുത്.